نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا ليبلونكم الله بشيء من الصيد تناله أيديكم ورماحكم ليعلم الله من يخافه بالغيب فمن اعتدى بعد ذلك فله عذاب أليم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദി ചെയ്തുകൊണ്ട് കഴിയുന്നത്ര ഭക്തരായി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല മനുഷ്യന് രണ്ട് തരത്തിലുള്ള സ്വഭാവം നൽകിയിട്ടുണ്ട്. ഒന്ന്, തെറ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ, തെറ്റിലേക്ക് കൂടുതൽ ചായ്വ് കാണിക്കാനുള്ള ഒരു പ്രകൃതം. അത് അല്ലാഹു മനുഷ്യനെ നിക്ഷേപിച്ചിട്ട് തന്നെയാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ അല്ലാഹു പിശാചിനെ കൂടി സൃഷ്ടിച്ചു വന്നു. ആദം അലൈഹിസ്സലാമിനെ അനുസരിക്കാത്ത പിശാചിനെ ശപിച്ചുവെന്നും സുജൂദ് ചെയ്യാത്ത പിശാചിനെ ശപിച്ചുവെന്നും അതുകൊണ്ട് നിങ്ങൾ ആദം സന്തതികൾ ആദം അലൈഹിസ്സലാം അടക്കം പിശാചിനെ ഭയപ്പെടണമെന്നും അവൻ വഴിതെറ്റിച്ചു പോകുമെന്നുമെല്ലാം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത നമുക്ക് പഠിപ്പിക്കാനായിരിക്കണം ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ വെച്ച് ആദ്യത്തെ മനുഷ്യനെ പോലും പിശാച് വഴിതെറ്റിച്ചു, അദ്ദേഹം അതിൽ കുടുങ്ങിപ്പോയി എന്ന് ആ ഒരു സംഭവം പറഞ്ഞത്. അള്ളാഹുവിന് മാത്രം അറിയുന്ന സൃഷ്ടിയുടെ തുടക്കത്തിലുള്ള ഒരു സംഭവമാണത്. ഏതായിരുന്നാലും ആദം അലൈഹിസ്സലാം പോലും സ്വർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാചിന്റെ കൽപ്പനക്കും പ്രേരണക്കും വഴങ്ങിപ്പോയി എന്നത് പഠിപ്പിക്കുന്നത് മുഫസ്സിറുകൾ പറയുന്നത്
മനുഷ്യൻ വഴിതെറ്റാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ വെച്ച് അദ്ദേഹത്തെ അവിടെയുള്ള രാജ്ഞി വഴിതെറ്റിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നൊരു വാക്കുണ്ട്, ഒമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. നിങ്ങൾ എന്നെ ആരോപിക്കുന്ന തെറ്റ് ഞാൻ ഈ കൊട്ടാരത്തിൽ വെച്ച് ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ പരിശുദ്ധനാണെന്നും വഴിതെറ്റാത്ത ആളാണെന്നൊന്നും ഞാൻ നിങ്ങളോട് അവകാശപ്പെടുന്നില്ല. ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. ഓരോ മനുഷ്യനും തെറ്റ് ചെയ്യാനുള്ള മനസ്സിന്റെ വാസന മനുഷ്യനിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നിൽ നിന്നും തെറ്റ് വന്നേക്കും, പക്ഷെ ഈ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ തിന്മയിലേക്ക് ചായ്വ് കാണിക്കാനുള്ള ഒരു പ്രകൃതം നമുക്കൊക്കെ അള്ളാഹു തആല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എത്ര നമ്മൾ ശുദ്ധന്മാരായി ജീവിച്ചാലും പടച്ചവന്റെ മാർഗത്തിൽ നിന്ന് പടപ്പുകളുടെ മാർഗത്തിലേക്കും അള്ളാഹുവിനെ മറന്ന് ദുന്യാവിന്റെ കാര്യത്തിലേക്കും അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ മറന്ന് തെറ്റ് ചെയ്യാനും അങ്ങനെ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ പോലും അതിലേക്ക് അത് ചെയ്യാനൊക്കെയുള്ള ഒരു മനസ്ഥിതി അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ജീവിതം ഒരു പരീക്ഷണമാണ്. തബറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് ആരാണ് നല്ല പ്രവൃത്തികൾ ചെയ്യുക എന്ന് പരീക്ഷിക്കാനാണ് എന്ന് ഖുർആൻ പലപ്പോഴും പരീക്ഷണത്തെ, അള്ളാഹുവിന്റെ പരീക്ഷണത്തെ നമുക്ക് തുറന്നു കാണിച്ചു തന്നിട്ടുണ്ട്. ഹുദൈബിയ സന്ധി നടന്ന ഹിജ്റ 6-ാമത്തെ കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് നിന്ന് ശത്രുക്കൾ അദ്ദേഹത്തെ ആട്ടി ഓടിച്ചു മദീനത്തേക്ക് പോയി. ഹറമിന്റെ തൊട്ടടുത്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത്. അപ്പൊ അവിടേക്ക് വന്നൊരു ഉംറ കൂടി ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6 കൊല്ലമായി ആഗ്രഹിച്ച് നടക്കുകയും അങ്ങനെയാണ് ഹിജ്റ 6-ാമത്തെ കൊല്ലം ഹുദൈബിയ സന്ധി എന്ന് നമ്മളൊക്കെ ചരിത്രത്തിൽ വായിച്ച ആ ഒരു ഉംറക്ക് വേണ്ടി നബി വരുന്നത്. ഉംറത്തുൽ ഹുദൈബിയ, ഹുദൈബിയയിൽ വെച്ച് തിരിച്ചു മടങ്ങേണ്ടി വന്ന ഉംറ എന്നാണ് അതിന്റെ പേര്. നബി അവിടെ നിന്ന് 1500ഓളം ആളുകളെ കൂട്ടി ഉംറ ചെയ്യാൻ വേണ്ടി പോകാന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടി, മുഹാജിറുകളും അൻസാറുകളും കൂടി ഉംറക്ക് വേണ്ടി വരികയാണ്. ഇഹ്റാം ചെയ്താൽ ഒരു നിബന്ധന, ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തലമറക്കാൻ പാടില്ല ആണുങ്ങൾക്ക്. അതൊന്ന്, വേട്ടയാടി തിന്നാൻ പാടില്ല ഇഹ്റാമിൽ. അതായത് കടലിലുള്ള മത്സ്യവേട്ടയല്ല, അവര് മരുഭൂവാസികളായതുകൊണ്ട് അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞത് മൃഗങ്ങളെ, ഹലാലായ മൃഗങ്ങളെ വേട്ടയാടി തിന്നല. അത് കൂടാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോ വേട്ടയാടി തിന്നാൻ പാടില്ല എന്ന് അല്ലാഹു തആല നിശ്ചയിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയും ചെയ്തിരുന്നു, ഇഹ്റാമിന് നിബന്ധന ഉണ്ട്, നിങ്ങളെ തല തുറന്നിടണം, ആണുങ്ങളൊക്കെ തൽബിയത്ത് ചെല്ലണം, വഴിയിൽ കാണുന്ന മൃഗങ്ങളെ, ദീർഘമായ മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയാണല്ലോ, അപ്പൊ സ്വാഭാവികമായും മൃഗങ്ങളെ കാണുമ്പോൾ നിങ്ങൾ വേട്ടയാടാൻ പാടില്ല. എന്നാൽ ഈ ഒരു യാത്രയിൽ അത്ഭുതമായ ഒരു കാര്യം സംഭവിച്ചത്, അവരുടെയൊക്കെ തൊട്ടു മുമ്പിൽ കൈപിടി എത്താവുന്ന ഇടത്ത് വേട്ടമൃഗങ്ങൾ, മാനുകളും മുയലുകളും അടങ്ങുന്ന മരുഭൂമിയിലെ വേട്ടമൃഗങ്ങൾ കൈപിടി എത്താവുന്ന ഇടത്ത്, ആ കുന്തം കൊണ്ടൊന്ന് കുത്താനേ ഉള്ളൂ, കിട്ടും, പക്ഷെ പാടില്ല. ഈ ഒരു വിഷയം അപ്പൊ സഹാബിമാര് പലരും, നബി ഇത് തൊട്ടടുത്തല്ല, ഒന്നിട്ട് പിടിച്ചുകൂടെ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, നമ്മളെ കയ്യിൽ ഭക്ഷണം വളരെ കുറച്ച് ഭക്ഷണമേ ഉള്ളൂ, വിശക്കുന്നുണ്ട്, നല്ല വേട്ടമൃഗങ്ങൾ ഇതാ തൊട്ടടുത്ത്, കുന്തം കൊണ്ടൊന്ന് ഒട്ടകപ്പുറത്തിരുന്ന് കുത്തിയാ മതി, അല്ലെങ്കിൽ അമ്പൊന്ന് ചെയ്താൽ മതി, അവിടെ തൊട്ടടുത്ത് വേട്ടമൃഗങ്ങൾ. നബിയെ സമ്മതിച്ചില്ല, പാടില്ല. ഈ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സൂറത്ത് മാഇദയിലാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനസ്സയ്ദി തനാലുഹു ഐദീകും വരിമാഅകും. വിശ്വാസികളെ, നിങ്ങൾക്ക് വേട്ടമൃഗങ്ങൾ നിങ്ങളുടെ കൈപിടിയിലെത്തുന്നതും
നിങ്ങളുടെ കുന്തം കൊണ്ട് കുത്തിയാൽ കിട്ടുന്നതുമായ വേട്ടമൃഗങ്ങൾ നിങ്ങളെങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ആ യാത്രയില് സഹാബിമാർ ഒരു പേടിയില്ലാതെ വേട്ടമൃഗങ്ങൾ ഇവരെ അടുത്തുകൂടി ഇങ്ങനെ നടക്കുകയാണ്. സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമാണത്. ഒരു പരീക്ഷണമായിരുന്നു. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ അദൃശ്യമായ മാർഗത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാരാണ്? റസൂല് പറഞ്ഞെടുത്ത് നിൽക്കുക. തൊട്ടാ പിടിച്ചാൽ കിട്ടുന്ന, അല്ലെങ്കിൽ കുന്തം കൊണ്ട് കുത്തിയാൽ കിട്ടുന്ന വേട്ടമൃഗം മുമ്പിലുണ്ടെങ്കിലും അത് പാടില്ല എന്ന് നബി പറഞ്ഞ കണ്ടോ. അത് സ്വീകരിക്കുന്നവരാരാണ്, അല്ലാത്തവരാരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വേട്ടമൃഗത്തെ നിങ്ങളിലേക്ക് അയച്ചിട്ടുള്ളത്. നിങ്ങൾ അതിനെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അവന് ശിക്ഷ കിട്ടും എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് അങ്ങനെ മനുഷ്യന്റെ മനസ്സ് തിന്മയിലേക്ക് ചായാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും പണ്ടത്തെക്കാളൊക്കെ എത്രയോ ഇന്നുണ്ട്. എല്ലാവർക്കും അറിയാം. പണ്ടുള്ള കാലത്ത് ഒരു തെറ്റ് തോന്നിവാസം ചെയ്യാനുള്ള സാഹചര്യത്തിനേക്കാളും എത്രയോ സാഹചര്യം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇവിടെയാണ് നമ്മുടെ വിശ്വാസം നമ്മൾ കാണേണ്ടത്. അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണ്. എല്ലാവർക്കും എളുപ്പമുള്ള ചോദ്യമാണെങ്കിൽ, പഠിച്ചവനും പഠിക്കാത്തവനും പരീക്ഷയ്ക്ക് ചോദ്യം എളുപ്പമാണെങ്കിൽ ഒരു വിഷയവും ഇല്ലല്ലോ, എല്ലാവരും ജയിച്ചു പോകില്ലേ, പിന്നെ തന്നെ പഠിക്കണം. അങ്ങനെയല്ലേ നമ്മളൊക്കെ പഠിച്ചതും പഠിപ്പിച്ചതൊക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെ. അതുപോലെ എല്ലാവർക്കും ഒരു തെറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല എങ്കിൽ പിന്നെ അവർക്ക് വേറെ വിഷയമില്ലല്ലോ. പക്ഷെ അള്ളാഹു തആല തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്തിനാണ്? ജീവിതം ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നല്ലത് പ്രവർത്തിക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി ലൗലം തുദ്രിബു ലദഹബല്ലാഹു ബിക്കും വലജാഅ ബിഖൗമിൻ യുദ്രിബൂൻ ഫയസ്തഗ്ഫിറൂനല്ലാഹ ഫയഗ്ഫിറു ലഹും. നിങ്ങൾ തെറ്റ് ചെയ്യണം എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. നിങ്ങളിൽ നിന്ന് തെറ്റ് വരും. തെറ്റ് വന്നിട്ട് ആ തെറ്റ് ചെയ്തു പോയാൽ, അബദ്ധത്തിൽ ചെയ്തു പോയാൽ അതിൽ ഇസ്തിഗ്ഫാർ ചെയ്ത് അങ്ങനെ തെറ്റിലേക്ക് പെടുന്നു, പാപമോചനം തേടുന്നു, അങ്ങനെ ശുദ്ധമായി വരുന്ന ഒരു സമൂഹമാണ് നിങ്ങൾ. അങ്ങനെയാണ് അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. അഥവാ നിങ്ങളൊന്നും തെറ്റ് ചെയ്യണില്ലെങ്കിൽ, തെറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് തിന്മകൾ ചെയ്യിപ്പിച്ച് അവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു പുറത്തു കൊടുക്കാൻ അത്രയും ഇഷ്ടപ്പെടുന്നവനും അള്ളാഹുവിന്റെ ഹിക്മത്തും അതാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വാഇഫുൻ മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. സൂക്ഷ്മതയുള്ളവർ എന്ന് പറഞ്ഞാൽ അവർക്ക് പൈശാചികമായ ചിന്തകളും തോന്നലുകളും പ്രവർത്തനങ്ങളും വാക്കുകളും അവരിൽ നിന്ന് വന്നാൽ തദക്കറു, അതിൽ നിലനിൽക്കുന്നവരല്ല. അത് പറയില്ല. തദക്കറു, ഓർത്തു പോകും. തെറ്റ് ചെയ്തു പോയല്ലോ, പറഞ്ഞു പോയല്ലോ, പാടില്ലല്ലോ എന്ന് ഓർത്തു പോവുകയും ഫൈദാഹും ഇദാ മസ്സഹും ത്വാഇഫുൻ മിനശ് ശൈത്വാനി തദക്കറു ഫൈദാഹും മുബ്സിറൂൻ, പെട്ടെന്ന് അവർക്ക് ഉൾക്കാഴ്ച കിട്ടും. ഇത് തെറ്റാണ്, ഞാൻ ഇതിൽ നിന്ന് മടങ്ങണം എന്നത് അല്ലാഹു തആല അവന് ഒരു തോന്നിപ്പിച്ചു കൊടുക്കും. അപ്പോ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കേണ്ട നിലപാടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തെറ്റ് മനുഷ്യന് വരും. ആ തെറ്റ് ചെയ്യാനുള്ള ആ സാഹചര്യം അഥവാ പെട്ടുപോയാൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മടങ്ങണം. അതിന് അല്ലാഹു തആല ഒരുപാട് മാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒക്കെ ഈ ഇരിക്കണ്ടോ കൈപ്പെട്ട തന്നെ. നമ്മളൊരു പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളിൽ ഉണ്ടായിരുന്ന പാപം എത്രയോ അല്ലാഹു തആല പുറത്തു തന്നിരിക്കും. വഅഖിമിസ് സ്വലാത്ത തറഫയിൽ ലൈൽ വസുലുഫൻ മിനൽ ലൈൽ വസുലുഫൻ മിന തറഫയിൻ നഹാരി വസുലുഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. നീ നമസ്കാരം നിലനിർത്തണം. രാത്രിയും പകൽ സമയങ്ങളിലും, പകലിന്റെ രണ്ട് അറ്റങ്ങളിൽ, രാത്രികളിൽ എന്ന് പറഞ്ഞാൽ ളുഹർ, സുബ്ഹ്, ളുഹർ, പിന്നെ അസർ, രാത്രിയിലുള്ള മഗ്രിബ്, ഇശ, ഈ 5 നേരത്തെ നമസ്കാരങ്ങൾ കൃത്യമായി നിലനിർത്തണം. എന്നിട്ടോ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്, ആ സൽക്കർമ്മങ്ങൾ നിങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളെ ഇല്ലാതെയാക്കി കളയും. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ ഒരു നിഅമത്ത് എന്താണ്? തെറ്റ് ചെയ്യാത്ത മനുഷ്യരായി സൃഷ്ടിച്ചു എന്നതല്ല, എന്നാൽ തെറ്റ് ചെയ്യുന്ന മനുഷ്യരായി സൃഷ്ടിക്കാൻ പോകുന്ന ഇരകളാക്കി മാറ്റുക എന്നുള്ളതും അല്ല അള്ളാഹു ചെയ്തത്.
തെറ്റ് ചെയ്യുന്നവരാക്കി സൃഷ്ടിച്ചു, അതിലേക്കുള്ള ചായ്വുള്ളവരാക്കി സൃഷ്ടിച്ചു. ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അല്ലാഹു തആല തുറന്നു തന്നു. 5 നേരത്തെ നമസ്കാരം. അതുകൊണ്ടായിരിക്കണം ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സുബഹി നമസ്കരിക്കുമ്പോഴാണ് കുത്തേറ്റ് കൊല്ലപ്പെടുന്നത്. അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യന്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ, ഒരു മജൂസിയാണ്, അദ്ദേഹത്തെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് കുത്തുന്നത്. കുത്തിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വയറിന്റെ ഉള്ളിലുള്ള അവയവങ്ങൾ വരെ പുറത്തേക്ക് ചാടി കിടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കിടക്കുകയാണ്, കുത്തേറ്റ് വീട് കിടക്കുകയാണ്. എന്നെ അവൻ കുത്തി, ആ വൃത്തികെട്ടവൻ എന്നെ കൊന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവിടെയുള്ള അടുത്തുള്ള സൊഫിലുള്ള ആളുകൾ കേട്ടു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 1-ാം സൊഫിലുണ്ടായിരുന്നു. അദ്ദേഹം ഓടിച്ചെന്നു. എന്ത് പറ്റി എന്ന് ചോദിച്ചു. അത് നിങ്ങൾ അന്വേഷിക്കേണ്ട, വേഗം പോയി നിസ്കരിക്ക്, ജനങ്ങൾക്ക് ഇമാമയെന്ന് ഞാൻ, ആളുകളുടെ നിസ്കാരം കളയരുത്, നിങ്ങൾ നമസ്കരിക്കുക. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് എന്നെ പരിചരിക്കലല്ല നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത്, നിങ്ങൾ നമസ്കരിക്കണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ മടക്കി വെക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് നമസ്കാരം, 2 റക്അത്ത് നിസ്കാരം പെട്ടെന്ന് ചെയ്തപ്പോഴാണ് പിന്നിലുള്ള സഹാബിമാർക്ക് എന്താ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാവുന്നത് എന്ന ചരിത്രം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി ശുശ്രൂഷകൾ നടത്തി. പക്ഷെ അദ്ദേഹം അതിൽ മരിച്ചുപോയി. ആ മരണത്തിന്റെ മുമ്പ് ശുശ്രൂഷ നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ബോധം പോവുകയാണ്. ബോധക്ഷയം വന്നു. കുറച്ചു കഴിഞ്ഞപ്പോ മരിച്ചു എന്ന് ഇവർ വിചാരിക്കുകയാണ് സഹാബിമാര്. അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധം വന്നത്. തിരിച്ചു ബോധം വന്നപ്പോ കണ്ണ് എഴുന്നേൽക്കുന്നു, കൺപോളകൾ ചലിക്കുന്നു. അദ്ദേഹം പറയുന്നത്, എനിക്കൊന്ന് ഒന്നുണ്ടാക്കി തരി, ഞാൻ നിസ്കരിക്കട്ടെ. തറപ്പില്ലേ, നമ്മുടെ ഒരു ശ്രദ്ധ നമ്മൾ നോക്കണേ. എന്തെങ്കിലും ഒരു കല്യാണം ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മരിച്ചോടത്തേക്ക് പോയാൽ അന്ന് നിസ്കാരമില്ല. അതല്ലെങ്കിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ നമസ്കാരത്തിന്റെ നേരത്ത് എവിടെയെങ്കിലും ഒരു പള്ളിയിൽ പോയി നിസ്കരിക്കാനെങ്കിലും തോന്നാതെ പീഡികക്കോലായാലും നാട്ടിലും നടത്തി നിൽക്കുന്ന മനുഷ്യന്മാര് എത്രമാത്രം പാപികളാണ് നിങ്ങൾ ആലോചിച്ചു നോക്കും. അപ്പോ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ എത്ര പാപത്തിലേക്ക് ചായുന്ന മനസ്സുണ്ടെങ്കിൽ പോലും അതിന് പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട്. നീ നമസ്കരിക്കണം. എന്തായിരുന്നാലും നല്ലത് കൊണ്ട് തിന്മയെ തടുക്കണം. തിന്മയെ മായ്ച്ചു കളയാൻ നല്ലതാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുക. തിന്മയായ സ്വഭാവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ല സ്വഭാവം കൊണ്ട് അതിനെ തടുക്കുക. എങ്കിൽ ഏത് ശത്രുവും മിത്രമായി മാറും. നബി പറഞ്ഞു സഹാബിമാരോട്, നിങ്ങൾ എവിടെ വെച്ചാണെങ്കിലും ഇത്തഖില്ലാഹ, സൂക്ഷിച്ച് ജീവിക്കണം. എവിടെയാണെങ്കിലും സൂക്ഷിച്ച്, ഒറ്റക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും ഇനി എന്റെ കൂടെയാണെങ്കിലും വേറെ നാട്ടിൽ ജീവിക്കുകയാണെങ്കിലും സൂക്ഷിക്കണം. എപ്പോഴെങ്കിലും തിന്മകൾ നിങ്ങളിൽ നിന്ന് വന്നുപോയാൽ അതിനു പകരമായി നന്മകൾ ചെയ്തിട്ട് തിന്മയെ നിങ്ങൾ മായ്ച്ചു കളയണം. നല്ല പെരുമാറ്റത്തോടു കൂടി ജീവിക്കണം. ഓരോ കാര്യത്തിൽ ഒരുപാട് അമലുകൾ നബി പറഞ്ഞത് നമ്മുടെ സ്വാഭാവികമായി വന്നു പോകുന്ന ജീവിതത്തിലെ തിന്മകളെ മായ്ച്ചു കളയാനുള്ള അമലുകളാണ് നമസ്കാരം. അതുപോലെ ഈ ഒരു സൂക്ഷ്മത, അലാ അദുല്ലുക്കും അലാമാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? വയർഫഉ ബിഹി ദറജാത്ത്, നിങ്ങളുടെ പദവികൾ ഉയരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? വേണോ, കേൾക്കണോ? നിങ്ങളുടെ വരി എന്നാ നബി പറയുന്നത്. പറഞ്ഞു തരട്ടെ, ഇങ്ങോട്ട് വരി. എന്നിട്ട് എന്താ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? ബലാ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ, അതെ പറയൂ നബി. അവരെ ഓടിക്കൂടി നബിയുടെ അടുക്കൽ. ഞങ്ങളുടെ പാപങ്ങളൊന്ന് പുറത്തു കിട്ടാനുള്ള പോം വഴി എന്താണ്? ഇസ്ബാഹുൽ വുളൂ. വലിയൊരു കാര്യമല്ല നബി പറയുന്നത്, വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇസ്ബാഹുൽ വുളൂ, നിങ്ങൾ വുളൂ എടുക്കുമ്പോ വളരെ കൃത്യമായി വുളൂ എടുക്കണം. ഇപ്പൊ തണുപ്പ് കാലമൊക്കെ ആണല്ലോ. യാത്രയിൽ, കൊടുന്തണുപ്പുള്ള യാത്രയിൽ പ്രവാചകന്റെ കൂടെ ഒതുവെടുത്ത് വന്ന സ്വപ്ന നിന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിന്റെ മടമ്പ് ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി. അവിടെ വെള്ളം തട്ടിയിട്ടുണ്ടായിരുന്നില്ല, ശ്രദ്ധിച്ചിട്ടില്ല. പെട്ടെന്ന് യാത്രയിലാണല്ലോ, പെട്ടെന്ന് ഒതുവെടുത്ത് നിസ്കരിക്കാനുള്ള തിരക്കിലായി. നബി പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, മടമ്പിൽ വെള്ളം ചേരാത്ത
ആ മടമ്പുകൾ നരകത്തിൽ കടക്കും. കാൽമടമ്പുകൾ. അതാ ഇസ്ബാബുൽ വുളു എന്ന് പറഞ്ഞാൽ വുളു കൃത്യമായി നിർവഹിക്കുക. ഇതൊരു വലിയ കാര്യം. നിങ്ങളെ പാപങ്ങൾ പൊറുക്കുന്ന, നിങ്ങൾ വുളു കൃത്യമായി അത് വെള്ളം ചേരേണ്ട സ്ഥാനത്ത് ചെയ്ത് ബിസ്മി ചൊല്ലി അതിൻ്റെതായ മര്യാദ പ്രകാരം നിർവഹിക്കണം. നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും. എന്നിട്ടോ പള്ളിയിലേക്ക് നടക്കുക. ഈ വാഹനവും അങ്ങനെ തന്നെയാണ്, വാഹനം നടക്കലും. പക്ഷേ നടത്തത്തിനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മുൻഗണന നൽകിയത്. ആവട്ടെ, അത് ഓരോരുത്തരുടെ സൗകര്യമാണ്. കസറത്തുൽ ഖുത്ത, പള്ളിയിലേക്ക് വരാം. ഓരോ സമയത്തും നമസ്കരിക്കാൻ 5 മിനിറ്റ് നേരം എത്ര തിരക്കാണെങ്കിലും പള്ളിയിൽ വന്ന് നമസ്കരിക്കാനുള്ള മനസ്സ് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും അല്ലാഹു തആല. ഓരോ കാൽപ്പാലത്തിലും ഫുട് സ്റ്റെപ്പിനും നിങ്ങളുടെ പദവികൾ ഉയർത്തുകയും പാപങ്ങൾ കുറച്ചു തരുകയും ചെയ്യും, ഒഴിവാക്കി തരുകയും ചെയ്യും. ഓരോ നമസ്കാരവും കഴിഞ്ഞാൽ മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുന്ന ഒരവസ്ഥ. നീ ഇഷയും കൂടി കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നിലേക്ക് തിരിഞ്ഞാൽ മതി. അല്ലെങ്കിൽ 100 കഴിഞ്ഞു, ഇനി അസറുണ്ട്, അതിനിപ്പോ എപ്പോഴെങ്കിലും ആക്കിയാൽ പോരാ. ഓരോ നമസ്കാരവും കഴിഞ്ഞാൽ അടുത്ത വഖത്തിലേക്ക് എത്തണം, അവിടെ ഞാൻ പള്ളിയിൽ എത്തണം, അല്ലെങ്കിൽ കൃത്യമായി അത് നിർവഹിക്കണമെന്ന ആ ഒരു ഇന്തിളാർ. അതാണ് ജാഗ്രത, അതാണ് ജീവിതത്തിന്റെ ജാഗ്രത എന്ന് നബി വിളിച്ചു പറയാണ് സഹാബിമാരോട്. അപ്പൊ പാപങ്ങൾ ചെയ്താൽ പോലും അത് മായ്ച്ചു കളയാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ. ഇന്നകമാ ദഅഉതനി യബ്ന ആദം, മനുഷ്യ, ഇന്നകമാ ദഅഉതനി വറജൗതനി ഗഫർതു ലക വലാ ഉബാലി. നീ എന്നോട് പ്രാർത്ഥിക്ക്, എന്നിൽ പ്രതീക്ഷയർപ്പിക്ക്. നീ എത്ര മഹാപാപിയാണെങ്കിലും ഞാൻ നിനക്ക് പുറത്തു തരും. വലാ ഉബാലി, എനിക്കതൊരു പ്രശ്നമേ അല്ല. നീ ഒന്ന് വഴങ്ങി വന്നാ മതി, ഞാൻ പുറത്തു തരും. മനുഷ്യ ഇബ്നു ആദം, ലൗ ബലഗത് ദുനൂബുക അനാനസമായി, മാനം മുട്ടുവോളം നീ തെറ്റുകൾ ചെയ്തിട്ട് സുമ്മസ്തഗ്ഫർതനി, നീ എന്റെ അടുക്കല് ഇസ്തിഗ്ഫാറും ചെയ്തുകൊണ്ട് വന്നാൽ ഞാൻ പുറത്തു തരും. വലാ ഉബാലി, അതെനിക്കൊരു പ്രശ്നമല്ല. ആദമിന്റെ പുത്ര, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, ഭൂമി നിറയെ പാപങ്ങളുമായിട്ടാണ് നീ എന്റെ മുന്നിലേക്ക്, എന്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ ആ പാപങ്ങളിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ ഞാനത് പുറത്തു തരും, എനിക്കൊരു പ്രശ്നമല്ല. ഭൂമി നിറയെ പാപങ്ങളും കൊണ്ട് വന്നവന് ഭൂമി നിറയെ പാപമോചനവുമായി ഞാൻ നിന്റെ അടുക്കലേക്ക് വരാം. പറഞ്ഞു വന്നത്, മനുഷ്യൻ അങ്ങനെയാണ്, തെറ്റിലേക്കുള്ള ചായ്വ് വരും. അതിനുള്ള സാഹചര്യം ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ധാരാളമായിട്ടുണ്ട്. ഇത്തരം വരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തരം നമസ്കാരത്തിലെ ശ്രദ്ധ, പള്ളിയിൽ വരാനുള്ള ശ്രദ്ധ, പ്രാർത്ഥിക്കാനുള്ള ശ്രദ്ധ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രദ്ധ, അതുണ്ടായിക്കഴിഞ്ഞാൽ ജീവിതം എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കും എന്നാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകനും നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു അതിനുള്ള മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ജീവിതത്തെ നമ്മൾ എപ്പോഴും തിരിഞ്ഞു നോക്കണം. ഒരു തിന്മയിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഞാൻ മാറിയിട്ടില്ല, തിരുത്തിയിട്ടില്ല എങ്കിൽ ഞാൻ നാശത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. ആ ബോധം തിരിച്ചു കിട്ടലാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം. ഞാൻ തിരുത്തുന്നില്ല, ഞാൻ കണ്ട ജീവിതമാണ്, അതിൽ നിന്ന് തിരുത്തി വരുന്നില്ല എങ്കിൽ ഞാൻ നാശത്തിലേക്കാണ് എൻ്റെ കാലെടുത്ത് വെക്കുന്നത്. എൻ്റെ ഖബറിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ നരകത്തിലേക്കായിരിക്കും എൻ്റെ ഇറക്കം എന്നൊരു തോന്നൽ ഒരു വിശ്വാസിക്കുണ്ടാവണം. വിശ്വാസിയാണെങ്കിൽ മൻ സർറത്തുഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറത്തുഹു ഹസനത്തുഹു വസാഅത്തുഹു സയ്യിഅത്തുഹു ഫദാലിക്കൽ മുഅ്മിൻ. ഒരാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ അയാൾക്കൊരു മനസ്സമാധാനം, ഞാൻ ഇന്ന് അത്യാവശ്യം എനിക്ക് ബാധ്യതയുള്ളൊക്കെ ചെയ്തിട്ടുണ്ട്. വസാഅത്തുഹു സയ്യിഅത്തുഹു, എന്നാൽ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനൊന്ന് തെറ്റ് ചെയ്തിട്ടല്ലോ പടച്ചോനെ, എനിക്ക് പാപമോചനം കിട്ടണമല്ലോ എന്ന ആ ഒരു ബോധം ഉണ്ടെങ്കിൽ ഫദാലിക്കൽ മുഅ്മിൻ, അവനാണ് മുഅ്മിൻ. നാം സ്വയം നമ്മളോട് തന്നെ ചോദിക്കുക, ഞാനൊരു മുഅ്മിനാണോ അല്ലേ? എനിക്കെന്റെ ജീവിതത്തിൽ തിരുത്താൻ തോന്നുന്നുണ്ടോ ഇല്ലേ? അള്ളാഹു യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല തേച്ചു മായ്ച്ചു കളയുമാറാവട്ടെ. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രയാസങ്ങളും മനസ്താപങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് അകറ്റി തരുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് അള്ളാഹു തആല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും നമുക്കെല്ലാം സ്വർഗ്ഗലോകത്തിൽ ജന്നാത്തുൽ ഫിർദൗസും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات آمين برحمتك يا أرحم الراحمين.